ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് 40 നാളോളം പ്രത്യക്ഷനായി. അടുത്തതാണ് ചിന്തിക്കേണ്ടത്. താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. വില്ലേജ് ഓഫീസിൽ പെൻഷൻ കിട്ടണമെങ്കിൽ പ്രായമായ ആള് നേരെ ചെന്ന് വില്ലേജ് ഓഫീസറോട് പറയണം, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, ഞാനാണ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അയാൾ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ ഡോക്യുമെന്റ്സ് കാണിക്കണം, എന്നാലേ പെൻഷൻ കിട്ടുകയുള്ളൂ. യേശു കർത്താവ് ഞാനാണ്, ഞാൻ നിങ്ങൾക്ക് വെളിപ്പെട്ടില്ലേ എന്ന് പറഞ്ഞ് ഒരിക്കലും കാണിച്ചു കൊടുത്തില്ല. മറിച്ച് ഇതുവരെ ഞാൻ നിങ്ങളോട് നടന്നപ്പോൾ വെള്ളം വീഞ്ഞാക്കി, എന്നേക്കാൾ വലിയ കാര്യങ്ങൾ കാണുമെന്ന് 1-ാം അധ്യായത്തിൽ പറഞ്ഞു. 38 വർഷമായ ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു, ജന്മനാ കുരുടനായ ഒരുത്തനെ കാഴ്ച നൽകി. ഇവരോടുകൂടെ നടന്നപ്പോൾ ചെയ്ത എല്ലാ അത്ഭുതങ്ങളും നിഴലുകളുടെയും പൊരുളുകൾ വിശദമാക്കി കൊടുത്തു. എന്തിനാണെന്നറിയാവോ? എനിക്ക് നിങ്ങൾക്കും വേണ്ടി. കാരണം കുറെ നാൾ കഴിഞ്ഞപ്പോൾ പത്രോസ് മരിച്ചു, യോഹന്നാൻ മരിച്ചു, യാക്കോബ് മരിച്ചു. പക്ഷെ യേശു ഇന്നും ജീവിക്കുന്നു. അത് നമ്മൾ അറിയുന്നത് വചനത്തിലൂടെയാണ്. വചനത്തിന്റെ പൊരുൾ തിരിയുമ്പോൾ നമുക്ക് വ്യക്തമാകും യേശുക്രിസ്തു ഇന്ന് ഉയർത്ത് ജീവിക്കുന്നു.